ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇഗ്നോയിൽ MA പൊളിറ്റിക്കൽ സയൻസിനും അതുപോലെ തന്നെ സോഷ്യോളജി സെക്കൻഡ് ഇയർ MA സോഷ്യോളജി സെക്കൻഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടതായ ഒരു പേപ്പറാണ് MPS 003. അപ്പോൾ MPS 003 എന്ന ആ ഒരു പേപ്പർ പഠിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ യൂണിറ്റ് 25 നിന്നുള്ളതാണ്. റിലീജിയസ് പൊളിറ്റിക്സ് എന്നതാണ് ടോപ്പിക്. ഓക്കെ, റിലീജിയസ് പൊളിറ്റിക്സ്. യു സി, the concept of religious politics has assumed a heightened significance in the contemporary India. Though religion and politics are considered as two distinct concepts, they have had a synthetic existence in the traditional society and continue to influence each other in the modern society as well. Together, they have an immense potential to make a profound impact on each other. Religion plays an important role in influencing the social process of the humankind and vice versa. ഇത് റിലീജിയസ് പൊളിറ്റിക്സ് ഏത് രാഷ്ട്രീയമാണ്? മതത്തിലധിഷ്ഠിതമായ രാഷ്ട്രീയം വളരെയധികം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻസ് തന്നെ ഇന്നത്തെ സമകാലീന ഇന്ത്യയെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ രംഗത്ത് പ്രാധാന്യം അർഹിക്കുന്നു എന്നതാണ്. ദോ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ആർ കൺസിഡേർഡ് ടു ഡിസ്റ്റിൻറ്റ് കൺസെപ്റ്റ്സ്. നമ്മൾ ചിന്തിക്കുമ്പോൾ റിലീജിയൻ വേറെ, പൊളിറ്റിക്സ് വേറെ. ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ കൺസെപ്റ്റ്സ് ആണെങ്കിലും അവയ്ക്കൊരു സിന്തറ്റിക് എക്സിസ്റ്റൻസ് ഇൻ ട്രഡീഷണൽ സൊസൈറ്റിയിലുണ്ട്. അതിൻ്റേതായ ഒരു കണ്ടിന്യൂസ് ഇൻഫ്ലുവൻസ് ഇവ രണ്ടും തമ്മിൽ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് എന്ന രീതിയിൽ മോഡേൺ സൊസൈറ്റിയിലുണ്ട് എന്നുള്ളതാണ്. ടുഗദർ ദേ ഹാവ് ആൻ ഇമ്മൻസ് പൊട്ടൻഷ്യൽ ടു മേക്ക് എ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓൺ ഈച്ച് അതർ. അപ്പോൾ പൊളിറ്റിക്സിൻ്റെ ഇമ്പാക്റ്റ് റിലീജിയനിലുണ്ട്, റിലീജിയൻ്റെ ഇമ്പാക്റ്റ് പൊളിറ്റിക്സിൽ ഇന്ന് നിലവിലുണ്ട്. അതിൻ്റെ ഒരു സ്വാധീനം വളരെ വലുതാണ് എന്നതാണ് നമുക്കിന്ന് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. സോ ഹിയർ the religion plays an important role in influencing the social process of the humankind and vice versa. ഹ്യൂമൻ കൈൻഡുമായി ബന്ധപ്പെട്ട് നാം ചിന്തിച്ചാലോ, മതത്തിൻ്റെ സ്വാധീനം, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ സോഷ്യൽ പ്രോസസ്സിൽ വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. So it has been a significant factor in mass mobilizations, not only during the national movements but also in the transitory phases towards the modernity. അതായത് നമ്മുടെ ആധുനികത അല്ലെങ്കിൽ ആധുനിക ഇന്ത്യ എന്നുള്ള വികസനപരമായ ഇന്ത്യയിലേക്കുള്ള കാഴ്ചവെപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ചുവടുവയ്പ്പിൽ റിലീജിയൻ എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു ജനവിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് റിലീജിയൻ എന്നത് സോഷ്യൽ പ്രോസസ് ഓഫ് ഹ്യൂമൻ കൈൻഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് റോൾ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. മാസ് മൊബിലൈസേഷന് ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് റിലീജിയൻ. അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ മൊബിലൈസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നാഷണൽ മൂവ്മെൻറ്റ് അടിസ്ഥാനത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ പരിവർത്തന തലങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി ഉണ്ടാക്കുന്നതിലും റിലീജിയസ് പൊളിറ്റിക്സ് അഥവാ നമ്മുടെ ജനങ്ങളുടേതായ ആ ഒരു വോൾ മാസസ് എന്ന രീതിയിൽ ഓരോ റിലീജിയനും ഇന്നത്തെ മോഡേണിറ്റിയുമായി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ്. ഇൻ എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ലൈക്ക് ഇന്ത്യ, റിലീജിയൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ് the core of the traditional society and continues to enjoy its influence on the mass psyche. അപ്പോൾ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സുമായി നാം ഇന്ന് നോക്കിയാലോ, നമ്മുടെ രാഷ്ട്രം ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ട് നിലകൊള്ളുന്നു. ഇവിടെ മതത്തിനുള്ള ആ ഒരു പ്രാധാന്യം, മതം രൂപപ്പെടുത്തുന്നത് കോർ ഓഫ് ദ ട്രഡീഷണൽ സൊസൈറ്റി, ഒരു പരമ്പരാഗത സമൂഹത്തിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് മതത്തിൽ അധിഷ്ഠിതമാണ്. ഓരോ വിഭാഗം ജനങ്ങളും കൂട്ടം കൂട്ടമായി ഓരോ മതത്തിൽ അധിഷ്ഠിതമായിട്ട് അവരുടേതായ ആചാരങ്ങളും വിശ്വാസങ്ങളും അവയെല്ലാം ഈ മതത്തിൽ അധിഷ്ഠിതമാണ്. സോ ദ സൊസൈറ്റി കണ്ടിന്യൂസ് ടു എൻജോയ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ദി mass psyche. This close affinity has also resulted in social disharmony and discord, often leading to clashes between different communities. പല മതങ്ങൾ, പല വേഷങ്ങൾ, പല ആചാരങ്ങൾ. അപ്പോൾ ഒരു മതം മറ്റൊരു മതവുമായി ആശയപരമായിട്ടുള്ള സംഘർഷങ്ങൾ. അപ്പോൾ ഈ ആശയപരമായ സംഘർഷം ഉള്ളതുകൊണ്ട് തന്നെ മതങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊരുത്തക്കേടുണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ റിലീജിയസ് ഓർഗനൈസേഷൻസ് പലതുണ്ട്. ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്ററാക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇൻ്ററാക്ഷൻസ് അത് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സുമായിട്ടായിരിക്കും. അവരെന്താ പരിശ്രമിക്കുന്നത്? ദീസ് ഇൻ്ററാക്ഷൻസ് ഓഫ് ദ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ആൻഡ് റിലീജിയസ് ഗ്രൂപ്പ്സ് ആൾസോ ട്രൈ ടു മാക്സിമൈസ് ദെയർ സപ്പോർട്ട് ബേസ്.
അപ്പോൾ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് അവരുടെ സപ്പോർട്ട് മാക്സിമം ആക്കാനായിട്ട് റിലീജിയസ് ഗ്രൂപ്പ്സിനെ തേടുന്നുണ്ട്. ആൻഡ് ആൾസോ ക്ലെയിമിങ് ദ സ്ട്രെങ്ത് ഓഫ് ദ പൊളിറ്റിക്കൽ റെജിംസ്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയ ഇടങ്ങൾ കണ്ടെത്തണം, ഭരണത്തിലെ അവരുടെ അധികാരം പിടിച്ചെടുക്കണം. അതിനാരുടെ സപ്പോർട്ട് വേണം? റിലീജിയസ് ഗ്രൂപ്പ്സിൻ്റെ സപ്പോർട്ട് വേണം, അല്ലേ? The support of these religious groups often determines the strength of the political regimes. കാരണം നമ്മുടെ രാഷ്ട്രീയ ഇടങ്ങളിലെല്ലാം ഭരണം അവർക്ക് അതിൻ്റെ ഒരു പിൻബലവും അതിൻ്റെ ശക്തിയും തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ സപ്പോർട്ട് കൂടിയേ തീരൂ? റിലീജിയസ് ഗ്രൂപ്പ്സിൻ്റെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലും റിലീജിയസ് ഗ്രൂപ്പ്സിൻ്റെ ഇമ്പോർട്ടൻസ് പൊളിറ്റിക്സിൽ എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു യൂണിറ്റിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സോ ദിസ് യൂണിറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻസൈറ്റ് into the concepts of the religious politics and various dimensions associated with it, like Hindu revivalism and Islamic perspective. അതായത് ഹിന്ദുവിൻ്റെ റിവൈവലിസം, ഹിന്ദുവിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിന്ദു സൊസൈറ്റിയുടെ ഉണർവും അതേപോലെ തന്നെ മുസ്ലിം അഥവാ ഇസ്ലാമിക് പെർസ്പെക്റ്റീവും ഇവരുടെയൊക്കെ സ്വാധീനം പൊളിറ്റിക്സിൽ എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ലെസണിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. So next one, this is an introduction for you, and next part is relating meaning and significance of religious politics. You see, religious politics, it can mean one of the two things. In the first, a situation where religion itself becomes the basis of political articulation and of defining the purpose of politics. For political ആർട്ടിക്കുലേഷൻ, അതായത് രാഷ്ട്രീയപരമായ ഒരു മാനം അതിനെ ഉയർത്തിപ്പിടിക്കാനായിട്ട് റിലീജിയസ് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് റിലീജിയസ് പൊളിറ്റിക്സ്? അതൊരു സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷനിൽ റിലീജിയൻ ഇറ്റ്സെൽഫ് ബിക്കം ദ ബേസിസ് ഓഫ് പൊളിറ്റിക്കൽ ആർട്ടിക്കുലേഷൻ. മതം തന്നെ പൊളിറ്റിക്കൽ ആർട്ടിക്കുലേഷൻ ഒരു അടിത്തറ പാകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് പൊളിറ്റിക്സിൻ്റെ പർപ്പസ് എന്താണെന്ന് മതത്തിലൂടെ പറഞ്ഞു തരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. ഹിയർ റിലീജിയൻ ഇറ്റ്സെൽഫ് ബിക്കംസ് എ കൈൻഡ് ഓഫ് പൊളിറ്റിക്സ്. അപ്പോൾ പൊളിറ്റിക്സിൻ്റെ ഒരു തരമായിട്ട് റിലീജിയൻ ഇവിടെ മാറുന്നു എന്നതാണ്. ബിക്കംസ് എ കൈൻഡ് ഓഫ് പൊളിറ്റിക്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, റീ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിലീജിയസ് ട്രഡീഷൻ ഫോർ ഡിഫൈനിങ് നാഷണലിസം ഓർ ഫോർ ഡ്രോയിങ് എ പൊളിറ്റിക്കൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ. ഇപ്പോൾ നാം ഉദാഹരണം എടുക്കുകയാണെങ്കിൽ റിലീജിയസ് ട്രഡീഷൻ്റെ റീ ഇൻ്റർപ്രിട്ടേഷൻ, അതായത് മതപരമായ ആ ഒരു പാരമ്പര്യത്തിൻ്റെ പുനർവ്യാഖ്യാനം എന്ന രീതിയിൽ അവർ നാഷണാലിസത്തെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതും അതുപോലെ പൊളിറ്റിക്കൽ പ്രോഗ്രാംസിൽ അവരുടെ ഇമ്പോർട്ടൻസും എങ്ങനെയാണെന്നൊക്കെ അവർ പറയുമ്പോൾ അവർ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സംസാരിക്കുക. സോ ദീസ് ക്യാൻ ഹാവ് മെനി വേരിയേഷൻസ് ആസ് വി ഷാൾ സീ ലേറ്റർ ഇൻ ദിസ് യൂണിറ്റ്. അപ്പോൾ ഈ ഒരു വ്യാഖ്യാനം, അതിൻ്റെ അർത്ഥതലങ്ങൾ, ഇതിനെല്ലാം തന്നെ പല പല ആശയങ്ങൾ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്ത് കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശയങ്ങൾ ഓരോന്നുമാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനും പ്രകടമാക്കുവാനും കഴിയുന്നത്. Then secondly, religious politics is also a condition where religion is used as the foundation for the political mobilization of the people. അപ്പോൾ മറ്റൊന്ന് ചിന്തിച്ചാൽ എന്താണ് റിലീജിയസ് പൊളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ മതം ഇവിടെ എന്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫൗണ്ടേഷൻ. റിലീജിയൻ യൂസ്ഡ് ആസ് എ ഫൗണ്ടേഷൻ. എന്തിനു വേണ്ടിയുള്ള ഫൗണ്ടേഷനാണ്? ഫോർ ദി പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഓഫ് ദി പീപ്പിൾ. ജനങ്ങളെ രാഷ്ട്രീയപരമായി ഒരുമിപ്പിക്കുന്നതിന്, അവരെ മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട് എന്നുള്ളതാണ്. The institutions or festivals and such other things connected with the religion became the basis of making political appeals to people. അപ്പോൾ നമ്മൾക്കറിയാം, ഇപ്പോൾ സ്ഥാപനങ്ങൾ, ആഘോഷങ്ങൾ, ഇതെല്ലാം തന്നെ ഓരോരോ മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആചാരങ്ങളായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിലീജിയനുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും അത് യഥാർത്ഥത്തിലെ ഒരു ജനങ്ങളുടെ മുന്നിലെ ജനങ്ങളെ പൊളിറ്റിക്കലായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അടിത്തറയായിട്ട് മതത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ എടുത്താൽ ദ യൂസ് ഓഫ് ടെമ്പിൾസ് ആൻഡ് ദ മോസ്ക്യൂ or a religious festival like Ganesh Puja
ഇതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്താലോ. ഇവിടെയൊക്കെ ജനങ്ങളെ പൊളിറ്റിക്കലായിട്ട് മൊബിലൈസ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ടെമ്പിൾ ബേസിൽ കൂടുന്ന ആൾക്കാർ അവർ ഹിന്ദുക്കൾ, മോസ്ക്യൂ ബേസിൽ കൂടുന്ന ആൾക്കാർ അവർ മുസ്ലിംസ് ആകാം, ചർച്ച് ബേസിൽ കൂടുന്ന ആൾക്കാർ അവർ ക്രിസ്ത്യൻസ് ആവാം. അപ്പോൾ ഇവരെയൊക്കെ ഇവിടെ മൊബിലൈസ് ചെയ്യുന്നത് റിലീജിയൻ്റെ അടിസ്ഥാനത്തിലല്ലേ. അതും ഒരു ഫെസ്റ്റിവൽ ഒക്കേഷൻ എന്ന രീതിയിൽ വരുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ മൊബിലൈസേഷൻ ഓഫ് പീപ്പിൾ എന്നതിവിടെ സാധ്യമാവുകയാണ്. ഈ പീപ്പിളിനെ മൊബിലൈസ് ചെയ്ത് പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഓഫ് പീപ്പിൾ അത് യഥാർത്ഥത്തിൽ റിലീജിയസ് പൊളിറ്റിക്സിൻ്റെ മറ്റൊരു രൂപമായിട്ട് നമുക്ക് കണക്കാക്കാം. Both these types of religious politics have been quite common in our society. ഇന്ന് നാം സർവ്വസാധാരണമായി നമ്മുടെ സമൂഹത്തിലെ ഇത് രണ്ട് കൂട്ടരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിലീജിയസ് പീപ്പിളുണ്ട്, പൊളിറ്റിക്കൽ ലെവലിലെ പീപ്പിൾ. ഇവർ രണ്ട് കൂട്ടരും കൈകോർത്ത് കൊണ്ടുപോകുന്നു. എന്തിനു വേണ്ടി? പൊളിറ്റിക്സിൽ അവരുടെ സ്ഥാനവും അധികാരവും അവരുടെ ശക്തിയും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പൊളിറ്റിക്സിലെ റിലീജിയസ് പീപ്പിളിൻ്റെ പങ്കാളിത്തം തേടുക എന്നുള്ളതാണ്. സോ both these types of religious politics have been quite common in our society. In fact, their history date back to more than 100 years, but in the recent period, these have acquired the status of mainstream politics. അപ്പോൾ ഇവരുടെയൊക്കെ ഈ റിലീജിയസ് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററിയിലേക്ക് നാം പുറകോട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ 100 വർഷത്തിലധികം പഴക്കം ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം ഈ റിലീജിയസിൻ്റെ ബേസിൽ നിൽക്കുന്ന ആൾക്കാർ അവരെ ഐഡൻറ്റിഫൈ ചെയ്തൊരു മെയിൻ സ്ട്രീം എന്ന രീതിയിൽ അവർക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടുന്ന പൊളിറ്റിക്സിലാണ്. അപ്പോൾ റിലീജിയസിൽ നിന്ന് പേരും പെരുമയും എടുത്തിട്ട് അതിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് പൊളിറ്റിക്സിലേക്ക് വന്ന ഒരു മെയിൻ സ്ട്രീമിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ദ കൺസെപ്റ്റ് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ഹാസ് എ ഡിഫറൻറ്റ് റെഫറൻസ്. It refers to the problem of what ought to be the relation between the two. അപ്പോൾ റിലീജിയനും പൊളിറ്റിക്സും നാം കൺസിഡർ ചെയ്യുമ്പോൾ ഇവയുടെ ആശയപരമായിട്ടുള്ള ആ ഒരു വ്യാഖ്യാനം എന്തെന്ന് നോക്കുമ്പോൾ ഇതിന് രണ്ടിനും വ്യത്യസ്തമായ റെഫറൻസാണ് നിലവിലുള്ളതെന്ന് മനസ്സിലാക്കാം. ഇത് വ്യക്തമാക്കുന്നത് യഥാർത്ഥത്തിലെ ദ പ്രോബ്ലം ഓഫ് വാട്ട് ഔട്ട് ടു ബി ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടു. എന്തായിരിക്കണം റിലീജിയനും പൊളിറ്റിക്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, ദാറ്റ് ഈസ് ബിറ്റ്വീൻ റിലീജിയൻ ഓൺ ദി വൺ ഹാൻഡ് ആൻഡ് പൊളിറ്റിക്സ് ഓൺ ദി അതർ. ഒരു ഭാഗത്ത് റിലീജിയൻ, മറുഭാഗത്ത് പൊളിറ്റിക്സ്. ഇവ രണ്ടും തമ്മിൽ എങ്ങനെയായിരിക്കണം പൊരുത്തപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെപ്പറ്റി ഒരു ചിന്തയാണ് അല്ലേ. അതാണ് വെച്ച് സൂക്ഷിക്കേണ്ടത്, ആ ഒരു ചിന്ത. സോ ദിസ് ദെയർഫോർ ആൾസോ ഇൻവോൾവ്സ് ദ ക്വസ്റ്റ്യൻ ഓഫ് സെക്കുലാറിസം ആൻഡ് ഹൗ വൺ ഈസ് ഓറിയൻറ്റഡ് ഇറ്റ്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഇതിന് ഇൻവോൾവ് ചെയ്യുന്ന, അതിൽ ഉൾപ്പെടുന്ന ചോദ്യം എന്ന് പറയുമ്പോൾ മതേതരത്വം എങ്ങനെ നമുക്കിത് ഓറിയൻറ്റഡ് ആയിട്ട് കൊണ്ടുപോകാം. പല മതങ്ങളുണ്ട്, പല മതങ്ങളിലുള്ള ആൾക്കാരെ മൊബിലൈസ് ചെയ്യുന്നു, അവരെല്ലാം ഹൈലൈറ്റ് ചെയ്ത് പിന്നീട് പൊളിറ്റിക്കൽ സീനറിയുടെ ഭാഗമായി വരുമ്പോൾ ഇവരെ എങ്ങനെ മതത്തിനതീതമായി ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മതേതരത്വം എന്ന ആ ചിന്തയിൽ അധിഷ്ഠിതമായിട്ട് ആ സെക്കുലാറിസം എന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്. സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. Accept secularism, and in what ways to keep politics autonomous or free from religion. അത് ഏത് രീതിയിൽ നമുക്ക് റിലീജിയനിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്വതന്ത്രമായ രീതിയിൽ പൊളിറ്റിക്സിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഇറ്റ് ഈസ് ആൾസോ എ ക്വസ്റ്റ്യൻ ഓഫ് ഡെവലപ്പിംഗ് എ വേർഷൻ ഓഫ് സെക്കുലാറിസം അപ്രോപ്രിയേറ്റ് ടു എനി ഗിവൺ സൊസൈറ്റി, സേ ദ വൺ ലൈക്ക് അവേഴ്സ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യം എന്തെന്നാൽ ഏത് രീതിയിലാണ് പൊളിറ്റിക്സ് കീപ്പ് ചെയ്ത് സ്വതന്ത്രമായിട്ട് മതത്തിൽ നിന്നും വേറിട്ട് സ്വതന്ത്രമായൊരു സംവിധാനമായി പോകേണ്ടതെന്നും, അതുപോലെ സെക്കുലാറിസം എന്ന ആശയത്തെ എങ്ങനെയാണ് ആ ഒരു വേർഷൻ, ആ ഒരു പതിപ്പ്, സെക്കുലാറിസം എന്ന പതിപ്പിനെ ഡെവലപ്പ് ചെയ്ത് ശരിയായ രീതിയിൽ നമ്മുടെ പൊതുസമൂഹത്തിലെ എങ്ങനെയാണ് ആശയം നമുക്ക് തന്നെ ഗുണമാകുന്ന രീതിയിൽ നിലനിർത്താൻ സാധിക്കുക എന്നതും ചിന്തനീയം. ടു കോൺക്രീറ്റ് സിറ്റുവേഷൻസ് ആർ നെവർ എലൈക്ക്. രണ്ട് കോൺക്രീറ്റ് സിറ്റുവേഷൻസാണിത്. രണ്ടും രണ്ടിടങ്ങളിൽ നിൽക്കേണ്ട സാഹചര്യങ്ങളാണ്. ഇവ രണ്ടും ഒരേപോലെയാണെന്ന് നമുക്ക് കരുതുവാൻ സാധിക്കില്ല. ഇൻ എ സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ് ഓഫ് അമേരിക്ക with its proliferation of Protestant churches, secularism has to handle different set of problems than in India. അതായത് അമേരിക്കൻ കോണ്ടക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു സാഹചര്യം എടുത്താൽ അവിടെ നിലവിലുള്ളത് പ്രോളിഫറേഷൻ ഓഫ് പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച്. അവിടെ ആർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്? പ്രൊട്ടസ്റ്റൻ്റ് മത സ്ഥാപനങ്ങളുടെ ചർച്ചിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ അവിടെ സെക്കുലാറിസം കൈകാര്യം ചെയ്യുന്നത് വ്യത്യസ്തമായ തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ടായിരിക്കും. ഇന്ത്യയെ അപേക്ഷിച്ച് വ്യത്യസ്തമായ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഈ പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചസ് മതനിരപേക്ഷത എന്ന രീതിയിൽ അവർ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ നമ്മുടെ കേസ് അതല്ല.
സോ വി ഹാവ് എ മൾട്ടി റിലീജിയസ് സൊസൈറ്റി. ഇപ്പോൾ നമ്മളുടെ കേസ് എടുക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? മതങ്ങൾ പലതാണ്, മൾട്ടി റിലീജിയൻസ് ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഈ നാം കാണുന്ന മതേതരത്വം അഥവാ സെക്കുലാറിസം എന്ന ആ ഒരു ആശയം, അതിൻ്റെ ആ ഒരു വ്യാഖ്യാനം, അത് തികച്ചും ഒരു അമേരിക്കൻ സിറ്റുവേഷനിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആണ്. മൾട്ടി റിലീജിയസ് സൊസൈറ്റി എന്നതാണ് നമ്മുടെ പ്രത്യേകത. സോ the question asked how the religion and politics present themselves that varies from society to society and from time to time. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എങ്ങനെയാണ് മതവും രാഷ്ട്രീയവും ഇന്നത്തെ സമകാലീന സമൂഹത്തിൽ അവയെ വേണ്ട രീതിയിൽ നിലനിർത്താൻ സാധിക്കുക. മതവും രാഷ്ട്രീയവും രണ്ട് വ്യത്യസ്ത ഇടങ്ങളിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് തലങ്ങളെയും എങ്ങനെ നമുക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആ വ്യത്യസ്ത രൂപത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിലകൊള്ളുന്ന ഈ ഒരു ആശയം എങ്ങനെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് എങ്ങനെയാണ് ഓരോ കാലങ്ങളിലും അതിൻ്റെ വ്യത്യസ്തത പ്രകടമാകുന്നത് എന്നതാണ്. അതായത് ഇപ്പോൾ ഈ അമേരിക്കൻ സൊസൈറ്റി എടുക്കുമ്പോൾ അവിടെ കാണുന്ന ആ ഒരു ആശയമല്ല നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ വന്നു ചേരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത ഇടങ്ങളിൽ നിൽക്കുന്ന ആശയങ്ങളാണ്. അവയെ എങ്ങനെ പൊരുത്തപ്പെടുത്തി ഒരു സമൂഹത്തിലൂടെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം, കോർത്തിണക്കി കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കുമെന്നതാണ് നാം ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. In the first 30 years after independence, the relation between politics and religion was of different kind than it is now. അതായത് നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്ന ഒരു കാലയളവ് 47. ആ 47-ന് ശേഷമുള്ള 30 വർഷക്കാലം നാം ഇന്ന് ചിന്തിക്കുകയാണെങ്കിൽ പൊളിറ്റിക്സും റിലീജിയനുമായിട്ടുള്ള ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നിലനിൽക്കുന്ന ഈ പൊളിറ്റിക്സിലും റിലേഷനിലും ഉണ്ടായിരുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആയിരുന്നു. എ ഡിഫറൻറ്റ് കൈൻഡ് ദാൻ ഇറ്റ് ഈസ് നൗ എന്നതാണ് നാം നോക്കേണ്ടത്. ഓക്കെ, റിലീജിയൻ വാസ് ഓഫ് മാർജിനൽ ഇമ്പോർട്ടൻസ് ഫോർ പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്സ് വാസ് ഓട്ടോമാറ്റിക്കലി ഫ്രീ ഫ്രം റിലീജിയൻ. ഇപ്പോൾ റിലീജിയൻ ശരിക്കും എങ്ങനെയുള്ളതാണ്? ഇറ്റ് വാസ് ഓഫ് മാർജിനൽ ഇമ്പോർട്ടൻസ് ഫോർ പൊളിറ്റിക്സ്. പൊളിറ്റിക്സുമായി ചിന്തിക്കുമ്പോഴേക്കും ആധികാരികമായിട്ട് അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ പൊളിറ്റിക്സ് സ്വതന്ത്രമായിട്ട് റിലീജിയനിൽ നിന്നും വേറിട്ട് നിൽക്കേണ്ട ഒരു സംവിധാനമാണ്. ഫ്രം the mid-1980s, it was drastically changed in a way that ഹിന്ദുത്വ ആസ് ആൻ ഐഡിയോളജി. അപ്പോൾ ഇതെങ്ങനെ ഇതിന് ചേഞ്ച് ഉണ്ടായേ? 1980-കൾ എത്തിയപ്പോഴേക്കും വളരെ ഇതായിട്ട് ഡ്രാസ്റ്റിക്കലായിട്ട് മൊത്തത്തിൽ തന്നെ അതിനൊരു പരിവർത്തനം വരികയാണ്. എങ്ങനെയാണ് പരിവർത്തനം എന്ന് പറഞ്ഞാൽ, ഇവിടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു ഡൊമിനൻ്റ് ഫോഴ്സ് എന്ന രീതിയിൽ ഒരു ജാതീയമായിട്ടുള്ള ഒരു ഐഡിയോളജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡൊമിനൻസ്, അതാണ് ഹിന്ദുത്വം എന്നൊരു ഐഡിയോളജി ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട് ഹിന്ദുത്വം എന്ന ഒരു ഐഡിയോളജിക്ക് അതിനൊരു ഡൊമിനൻസ്, അതിൻ്റെ ഒരു കേന്ദ്രീയ പ്രാധാന്യം സൊസൈറ്റിയിൽ വരികയാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്സിലും വന്നു ചേരുകയാണ്. അത് പൊളിറ്റിക്സിലും സൊസൈറ്റിയിലും ഹിന്ദുത്വ എന്നുള്ള ആ ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ട് ഐഡിയോളജി വന്നു തുടങ്ങിയപ്പോൾ അത് 1998 മുതൽ അത് ഗവൺമെൻറ്റിലേക്കും വരാൻ തുടങ്ങി എന്നുള്ളതാണ് ആ ഹിന്ദുത്വം എന്നുള്ള ആശയം. അപ്പോൾ മതത്തിൽ അധിഷ്ഠിതമായി, ജാതിയിൽ അധിഷ്ഠിതമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ആൾക്കാർ ഗവൺമെൻറ്റിലേക്കും കടന്നുകൂടുന്ന ഒരവസ്ഥ 1998 മുതലാണ് നമുക്ക് ദൃശ്യതയുണ്ടായി തുടങ്ങിയത്. സോ ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ടു ലുക്ക് അറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ഇൻ ടേംസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയൽസ് ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. കാര്യം ഭരണഘടന ജാതിപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ചും വേറിട്ട് വ്യക്തത നൽകിയിട്ടുണ്ട്. ജാതി എങ്ങനെ സൂക്ഷിക്കണം, ജനങ്ങളെ എങ്ങനെ നിലനിർത്തണം, മതേതരത്വം എന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, ഹൗ ടു ലുക്ക് അറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ, എങ്ങനെ നാം നോക്കിക്കാണേണ്ടതുണ്ട് മതവും പൊളിറ്റിക്സും തമ്മിലുള്ള ബന്ധം കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, ആ ഐഡിയൽസ് എങ്ങനെയാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അവയെ എങ്ങനെയാണ് നമുക്കത് മാറ്റിമറിക്കാനായിട്ട് സാധിക്കുന്നത്? ഇഷ്യൂസ് സെൻറ്റേഡ് ഓൺ സെക്കുലാറിസം. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് സെൻറ്റർ ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്? സെക്കുലാറിസം. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെക്കുലാറിസം, സിവിൽ റൈറ്റ്സ്, സിറ്റിസൺഷിപ്പ്, ഡെമോക്രസി എക്സെട്ര ഇങ്ങനെയുള്ള ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് അവയെ നാം ചർച്ച ചെയ്യേണ്ടി വരും. കാര്യം ഈ വക കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആശയങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഡെമോക്രസി എന്താണ്, സിറ്റിസൺഷിപ്പ് എന്താണ്, സിവിൽ റൈറ്റ്സ് എന്താണ്, പൗരസമൂഹത്തിൻ്റെ അവകാശങ്ങൾ, സെക്കുലാറിസം, ഇതെല്ലാം ഫോക്കസ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ all these do not evoke the same response from the Hindutva as these came to mean in the course of a freedom struggle. അപ്പോൾ ഈ പറയുന്ന ആശയങ്ങളെല്ലാം തന്നെ
ഏകദേശം ഒരേ തരത്തിലുള്ള പ്രതികരണം ഹിന്ദുത്വം എന്ന രീതിയിൽ ഹിന്ദുത്വ എന്നുള്ള ഐഡിയോളജി കൊണ്ടുവന്നപ്പോഴേക്കും ഒരേ തരത്തിലുള്ള പ്രതികരണം നാം ഈ പറഞ്ഞ കൺസെപ്റ്റുമായിട്ടൊന്നും തന്നെ ഫ്രീഡം സ്ട്രഗിളിൽ അവരും പറഞ്ഞിരുന്നില്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് 98 മുതൽ ഹിന്ദുത്വ എന്നുള്ള ഐഡിയോളജി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാതിക്ക് പ്രാധാന്യം വരുന്നു. ഹിന്ദു എന്ന് പറയുമ്പോൾ ഏതോ ഒരു വലിയ ജാതി രൂപം കൊണ്ടുവരുന്നത് അവരാണ് പൊളിറ്റിക്സിലേക്ക് പിന്നെ കടന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വന്നു ചേരുകയാണ്. Having made this distinction for the sake of clarity, we will only look at religious politics as defined above. As the distinction between politics and religion has collapsed into one form of nationalism and political appeals through religious symbols, we now have the preponderance of religious politics in the country. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ നമുക്കിതൊരു വ്യക്തത ഉണ്ടാക്കണം. റിലീജിയൻ എവിടെ നിൽക്കണം, അതുപോലെ തന്നെ പൊളിറ്റിക്സ് എവിടെ നിൽക്കണം, ഇവയ്ക്കിടയിൽ ഒരു ക്ലാരിറ്റി, അവ തമ്മിലുള്ള ഒരു വ്യത്യസ്തത ഉണ്ടാക്കണം എന്നുള്ളത് ആവശ്യവുമാണ്. അപ്പോൾ രണ്ടും ഒന്നല്ല. റിലീജിയൻ എന്ന് പറയുന്നതും അതുപോലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നതും ഒന്നല്ല, രണ്ടും രണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വി വിൽ ഓൺലി ലുക്ക് അറ്റ് ദ റിലീജിയസ് പൊളിറ്റിക്സ് ആസ് ഡിഫൈൻഡ് ആവും. അപ്പോൾ നമ്മളിവിടെ റിലീജിയസ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, നാം നേരത്തെ നിർവചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ റിലീജിയസ് പൊളിറ്റിക്സ് എന്താണ്? എ കണ്ടീഷൻ വെയർ റിലീജിയൻ ഈസ് യൂസ്ഡ് ആസ് ദി ഫൗണ്ടേഷൻസ് ഫോർ ദ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഓഫ് ദി പീപ്പിൾ എന്നതാണ്, അല്ലേ? ആസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ ഹാസ് കൊളാപ്സ്ഡ്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴേക്കും റിലീജിയൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തിൽ തന്നെ എന്തുണ്ട്, ഒരു വികലത വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, റിലീജിയൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കണത് എന്താണ്, അത് പൊളിറ്റിക്സിൻ്റെ ആണ്, അത് പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സിൽ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ റിലീജിയനിൽ നിന്നും മൊബിലൈസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. പക്ഷേ ആശയപരമായിട്ട് ഇതിലൊക്കെ എന്തൊക്കെയോ എന്ത് വന്നിട്ടുണ്ട്, അതിനൊക്കെ ചില തകർച്ച വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളതിൻ്റെ വ്യക്തതയിൽ അടിസ്ഥാനമായിട്ടല്ല ആളുകളുടെ പ്രവർത്തനം എന്നുള്ളതാണ്. So, a distinction between politics and religion has collapsed in one of the nationalism and political appeals through religious symbols. ഇപ്പോൾ പൊളിറ്റിക്കൽ അപ്പീൽസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റിലീജിയസ് സിമ്പിൾസിലൂടെയാണ് പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നത്. കാര്യം ജാതിക്കോമരങ്ങൾ എന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ട് സമൂഹത്തിൽ. അവരാണ് ജാതിയുടെ ഏറ്റവും വലിയ ഉന്നതരായ ശ്രേഷ്ഠരായ ആൾക്കാരെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ചില രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവർ നാളെ ഇവിടെ രാഷ്ട്രത്തിൻ്റെ നേതാവായിട്ട് വരുന്നു എന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിച്ചുകൊണ്ട് അവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാവും. അപ്പോൾ അവർക്ക് എന്ത് കിട്ടുകയാണ്, റിലീജിയസ് സിമ്പിൾസിലൂടെ അവർ പൊളിറ്റിക്കൽസിൻ്റെ പൊളിറ്റിക്കൽ അപ്പീലായിട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു ലെസണിൽ വി നൗ ഹാവ് ദി പ്രിപ്പോണ്ടറൻസ് ഓഫ് റിലീജിയസ് പൊളിറ്റിക്സ് ഇൻ ദ കൺട്രി. അപ്പോൾ നമുക്കിന്ന് പൊളിറ്റിക്സും റിലീജിയനും ആയി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആ ഒരു ആശയവൈരുദ്ധ്യങ്ങൾ എന്താണ് എന്നതൊക്കെയാണ് നാം ഈ ഒരു ലെസൺ ഓറിയൻറ്റഡായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അപ്പോൾ ഇതിനെ തുടർന്നുള്ള മറ്റൊരു സെഷൻ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാം. ഓക്കെ. അപ്പോൾ MPS MSO സ്റ്റുഡൻസിന് ഇത് എക്സാം വ്യൂ പോയിൻറ്റിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുവാൻ കഴിയും എന്നതാണ് വിശ്വസിക്കുന്നത്. റിലീജിയസ് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് കിട്ടും. അതുകൊണ്ട് വീഡിയോ ക്ലാസ് കേൾക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.